നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ന് രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ നേർക്ക് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ്. നമ്മോടൊപ്പം ഇന്നത്തെ കളിയുടെ പ്രിവ്യൂ ഒരു വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളി നിരീക്ഷകൻ ഷിഹാബ് സാർ ഉണ്ട്. വെൽക്കം ഷിഹാബ് സാർ. അപ്പോൾ ലാമിൻ യമാൽ ഇന്നലെയും പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഫ്രാൻസ് ഞങ്ങളെ പേടിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം ചോദിക്കുമ്പോൾ, ഞങ്ങൾ യൂറോ ചാമ്പ്യന്മാരാണ്, ഞങ്ങൾക്കാരെയും പേടിയില്ല. അത്രയും പേടിക്കാതെയാണോ സ്പെയിന് വരുന്നത്? സ്പെയിന് പേടിക്കണ്ടേ? അതിൽ യമാൽ പറഞ്ഞു തന്നെ ഉള്ളൊരു വാക്കാണ്. അതായത് ബെൽജിയത്തെ തോൽപ്പിച്ച് സെമിയിലേക്ക് കടന്നപ്പോൾ യമാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഒന്നുകിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഫ്രാൻസിനെ തോൽപ്പിക്കും, അല്ലെങ്കിൽ മൂന്നാം തവണ അവർ ഫൈനലിലെത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇനി ഇതൊരു ഹൈ സ്റ്റേക്സ് ഉള്ളൊരു മത്സരമാണ്. അപ്പം ഇന്നത്തെ ഡേയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ജൂലൈ 14 ആണെങ്കിൽ ഫ്രഞ്ച് നാഷണൽ ഡേ ആണ്, ഫ്രാൻസ് നാഷണൽ ഡേ ആണ്. അതായത് ബാസ്റ്റിൽ ഡേ എന്ന് കൂടി പറയും. അതായത് 1789 ബാസ്റ്റിൽ കോട്ട ഫ്രഞ്ച് വിപ്ലവകാരികൾ, അതായത് ഫ്രഞ്ച് ഏകാധിപത്യ ഭരണത്തിന്റെ പ്രതീകമാണ്, സിമ്പലായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി കീഴടക്കിയ ഒരു ദിവസമാണ് ആക്ച്വലി. അപ്പോൾ ഇന്ന് ഇതേപോലെ തന്നെ ഒരു ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുമോ, അതോ സ്പാനിഷ് അർമഡ ഫ്രഞ്ച് അറ്റാക്കത്ത് ചേർത്ത് നിന്ന് ഒരു സ്പാനിഷ് വസന്തം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അതാണ്. അപ്പോൾ ഇന്ന് ചരിത്രപരമായി പ്രാധാന്യമുള്ളൊരു ദിവസത്തിൽ ഫ്രാൻസിൽ ഇന്ന് കളി ജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം സ്പെയിനും വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ അറ്റാക്കിംഗ് കളിച്ച ഒരു ടീമും ഏറ്റവും മികച്ച രൂപത്തിൽ ഡിഫൻസ് കെട്ടിപ്പടുത്ത ഒരു ടീമും തമ്മിൽ എന്ന് പറഞ്ഞാൽ സ്പെയിന് പൂർണ്ണമായും ഡിഫെൻഡ് ചെയ്ത് നിന്നു എന്നല്ല ഞാൻ പറയുന്നു, ഒറ്റ ഗോളെ ഒരാൾക്ക് വഴങ്ങിയേ ഉള്ളൂ എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ കളിയിൽ ഏറ്റവും ഡിസിസീവ് ആവാൻ പോകുന്നത് ഫ്രാൻസിൻ്റെ ഈ മുന്നേറ്റ നിരയും സ്പെയിനിൻ്റെ ഡിഫൻസും തമ്മിലുള്ള പോരാട്ടമാവൂലേ? യെസ്, തീർച്ചയായിട്ടും. മിഡ്ഫീൽഡിലായിരിക്കും ആ കളിയുടെ ഏറ്റവും അതിനിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അപ്പോൾ സ്പെയിനിൻ്റെ കാര്യം നമുക്കറിയാം, ഇതുവരെ ഒരു ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, അവരുടെ ഡിഫൻസ് ടെക്നിക്കൽ സുപ്രീമസി നമുക്കറിയാം. അതുപോലെ ടാക്ടിക്കലായിട്ടും നമ്മൾ വെച്ചെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ കാര്യത്തിൽ നമ്മൾ മിഡ്ഫീൽഡ് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് പൊതുവേ നമ്മൾ തോറ്റ മത്സരങ്ങൾ പോലും സ്പെയിൻ്റെ മത്സരങ്ങളിൽ അങ്ങനെയാണ്, ഒരു പൊസിഷൻ ബേസ്ഡാണ്. പക്ഷേ അതേസമയം എന്ന് പറയുന്നത് അവർക്ക് സമനിലയായ കളി ഈ കളി വേൾഡ് കപ്പിൽ തോറ്റില്ലല്ലോ. അല്ല, ഈ വേൾഡ് കപ്പിലല്ല, പൊതുവെ കളികളാണെങ്കിൽ പഴയ കളികൾ പോലും അവർ പൊസിഷന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് ഒരു നിയന്ത്രണം, ഒരു അതീശത്വം അവർക്ക് ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫ്രാൻസിനെതിരെ ഇപ്പോൾ നമ്മൾ ഫ്രാൻസിനെതിരെ റീസെന്റ് കളികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ വളരെ ലീതലായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ലൈനാണുള്ളത്. പക്ഷെ അവർക്കെതിരെ പിടിച്ചു നിൽക്കാനും അവരെ തോൽപ്പിക്കാനും റീസെന്റ് കൺസിക്യൂട്ടീവായിട്ട് തോൽപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ നമ്മൾ മേജർ ടൂർണമെൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുവേഫ നാഷൻസ് 2025 അത് സെമി ഫൈനലിലാണ് 5-4 തോറ്റത്. അതേപോലെ തന്നെ യൂറോ കപ്പ് 24 അത് സെമി ഫൈനലിലാണ്. ഈ രണ്ട് സെമി ഫൈനലിലും ജയിച്ചതാണ് സ്പെയിനാണ്. 10 മത്സരങ്ങളിൽ അവർ തമ്മിൽ റീസെന്റ് നടന്ന 10 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ മാത്രമാണ് സ്പെയിൻ തോറ്റിട്ടുള്ളത്, 1 ഡ്രോ. അത് ശരി. ബാക്കിയുള്ള 7 മത്സരങ്ങളും സ്പെയിനാണ് ജയിച്ചിട്ടുള്ളത്. അതാണ് മൊത്തത്തിലുള്ള കണക്ക് നോക്കുകയാണെങ്കിലും സ്പെയിനാണ് മുൻതൂക്കം ഉള്ളത്. 13 കളികൾ അവർ ജയിച്ചപ്പോൾ 18 കളികൾ സ്പെയിൻ ജയിച്ചപ്പോൾ 13 കളികളാണ് ഫ്രാൻസ് ജയിച്ചത്, 7 സമനിലയായി എന്നുള്ളതാണ് കണക്ക്. പക്ഷേ വേൾഡ് കപ്പിൽ ഇതിനു മുമ്പ് 2006 വേൾഡ് കപ്പിലാണ് ഏറ്റുമുട്ടിയത്. അന്ന് പക്ഷേ ജയിച്ചത് ഫ്രാൻസ് ആയിരുന്നു. 16 അതാണ്, അന്ന് ഫ്രാൻസാണ് ജയിച്ചത്. പിന്നെ 84 തോന്നുന്നു യൂറോ കപ്പിൽ ഫൈനലിൽ ഇതുപോലെ സ്പെയിനെ ഫ്രാൻസ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ യൂറോ കപ്പിൽ തന്നെ ഇപ്പം ഈ 2024 അതിന് മുമ്പത്തെ 2021 നടന്ന യൂറോ കപ്പിലും ഫ്രാൻസ് സ്പെയിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള ഒരു കണക്കാണ്. അത് മാത്രമല്ല സാർ, അത് ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് 2 കോച്ചുകളുടെ 2 ട്രെയിനേഴ്സ് തമ്മിലുള്ള പോരാട്ടം കൂടിയാണ്. 2012 ദശാംസ് ചാർജ് എടുക്കുന്നത്. അതെ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്രാൻസ് നേടിയിട്ടുള്ള നേട്ടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 യൂറോ കപ്പ് റണ്ണേഴ്സ് കപ്പ്, 2018 വേൾഡ് കപ്പ്, 2021 യുവേഫ നാഷൻസ്, അതേപോലെ തന്നെ 2022 വേൾഡ് കപ്പ് റണ്ണേഴ്സ്. അതാണ്. സോ ഇങ്ങനെയുള്ള എന്താ പറയുക ഒരുപാട് നേട്ടങ്ങൾ ദശാംശിൻ്റെ കീഴിൽ. മറുഭാഗത്ത് 2022 ആര് വരുന്നത്? ലാഫുവിൻ്റെ വരുന്നത്. അതിനുശേഷം 2023 യുവേഫ നാഷൻസ് ലീഗ്, 2024 യൂറോ
യൂറോ കപ്പ്, അതെ അതാണ് 2025 യുഎഫ നാഷൻസ് ലീഗ് റണ്ണേഴ്സ് അപ്പ്. പോർച്ചുഗൽ. ഇങ്ങനെയുള്ള രണ്ട് ടാക്ടീഷ്യൻസും രണ്ട് എന്താ പറയുക വലിയ ആചാരഭോക്കളായിട്ട് രണ്ട് ട്രെയിനേഴ്സ് തമ്മിലൊരു പോരാട്ടം കൂടിയാണിത്. രണ്ട് വമ്പൻ ട്രെയിനേഴ്സിൻ്റെ പോരാട്ടമാണ്. അപ്പോൾ അതിൽ ദശാമിൻ്റെ വേൾഡ് കപ്പ് കോച്ച് എന്ന നിലയിൽ, ഫ്രാൻസിൻ്റെ കോച്ച് എന്ന നിലയിലുള്ള അവസാനത്തെ കളികൾ കൂടിയാണ്. അത് ഫൈനലിലേക്ക് കൂടി എത്തിക്കാൻ എന്തായാലും മത്സരമാണ് കോച്ചായിട്ട് അല്ലേ. അദ്ദേഹം പ്ലെയർ എന്ന നിലയിൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ആളും കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ ദശാമിനെ പോലെയുള്ള ഒരു മഹാരഥനായ ഒരാളുടെ പടിയിറക്കം സെമിയിലാക്കരുത്, അത് ഫൈനലിൽ കപ്പ് നേടിക്കൊണ്ടാവണം എന്നാണ് ഫ്രഞ്ച് താരങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ദശാം മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫേവറിറ്റ്സ് ഞങ്ങളല്ല, അത് സ്പെയിനാണ്, ഞങ്ങൾ അങ്ങനെ ഫേവറിറ്റ്സ് അല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ ഒരു മൈൻഡ് ഗെയിമും പ്രഷർ നേരെ സ്പെയിനിൻ്റെ തലയിലിട്ടതും ആവണം. പക്ഷേ സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പം മുണ്ടോ ഡിപ്പോർട്ടീവ് ആണെങ്കിലും മാർക്ക ഒക്കെ പറയുന്നത് ഫേവറിറ്റ്സ് ഫ്രാൻസ് ആണെന്നാണ്. ആരാണ് ഈ കളിയിൽ ഫേവറിറ്റ്സ്? ഈ കളിയിലെ ഈ വേൾഡ് കപ്പിലെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ, അതേപോലെ ആക്രമണേർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈറ്റ്ലി ഒരു എഡ്ജ് നമുക്ക് ഫ്രാൻസിന് കൊടുക്കാൻ പറ്റും. പക്ഷേ സ്പെയിനെ നമുക്ക് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സ്പെയിൻ എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് നിയന്ത്രിക്കുകയും ഇവരുടെ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ മധ്യനിരയിൽ തന്നെ ആക്ച്വലി നമ്മൾ ആ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പെയിൻ അവിടെ വിങ്ങിലൂടെ കളിക്കാനും ഇനി വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ സ്പെയിനിൻ്റെ കളി രീതി പഴയ പോലെ വെറും ഒരു സ്ലോ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ബേസ്ഡ് ഗെയിം മാത്രമല്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ട്രാൻസിഷൻ ഗെയിമും ക്വിക്കായിട്ട് കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതേപോലെ യമാൽ വളരെ വേഗത്തിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പൊതുവെ നിക്കോ വില്യംസ് അതേപോലെ തന്നെ കളിക്കാൻ പറ്റും. നിക്കോ വില്യംസ് അധികം പ്ലേ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും കളിക്കാൻ പറ്റുന്ന റോഡ്രി ആണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിലെ സ്പെയിനിൻ്റെ മിഡ്ഫീൽഡ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെയിനിൻ്റെ ഒരു കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മിഡ്ഫീൽഡിൻ്റെ അവരുടെ ഒരു എത്രമാത്രം സ്ട്രോങ് ആണ്, അവർ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സംഭവം. ഫൈനൽ തേർഡിൽ ഏറ്റവും കൂടുതൽ പാസ് ചെയ്തിട്ടുള്ള ഈ വേൾഡ് കപ്പിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് സ്പെയിനാണ്. അത് റോഡ്രി ആൻഡ് പെഡ്രി. അത് 170 163 പാസുകൾ ഫൈനൽ തേർഡിൽ. അപ്പോൾ ഈവൺ നമ്മൾ ലയണൽ മെസ്സിക്ക് പോലും ഫൈനൽ തേർഡിൽ 117 ഇങ്ങനെയുള്ള 5ാം സ്ഥാനം മാത്രമേ ഈ വേൾഡ് കപ്പിൽ കണക്ക്. അപ്പോൾ അതാണ് അത്. റോഡ്രിയും പെഡ്രിയും പിന്നെ ഡാനി ഓൾമോയും ചേർന്നിട്ടുള്ള അവരുടെ മധ്യനിര കളി പിടിക്കാനാണ് എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് നിന്ന് ഷൂമനി ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഷൂമനി വരികയാണെങ്കിൽ ഷൂമനിയും റാബിയോട്ടും പിന്നെ ഒലീസെ ഒന്നുകൂടി താഴേക്കിറങ്ങി അവരോടൊപ്പം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമെന്നും വിചാരിക്കാം. മധ്യനിരയിൽ തീർച്ചയായിട്ടും ആധിപത്യം സ്പെയിനിന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം മുന്നേറ്റ നിരയിലാണ് ഈ ഒരു ഫ്രാൻസിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത് എന്ന് നമ്മൾ പറയുന്നത്. ഡിഫൻസ് ഇപ്പോൾ രണ്ട് ടീമിൻ്റെ നോക്കുകയാണെങ്കിൽ ആരുടേതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നത്? ഡിഫൻസ് സ്പാനിഷ് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മിഡ്ഫീൽഡ് കൂടി ഒരു ഡബിൾ പൈവോട്ടിൽ ഇപ്പോൾ എന്താ പറയുക കൂടിയിട്ടായതുകൊണ്ട് റോഡ്രിയുടെയും പെഡ്രിയുടെയും ഒരു സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് ആക്ച്വലി എന്താ പറയുക അവർക്കൊന്നും കൂടി നമ്മളൊരു ഡിഫൻസ് ഷീൽഡ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫ്രാൻസിനെ അപേക്ഷിച്ച് എന്ന് പറയുന്നത് ഒന്ന് ഷൗമേനി, അതേപോലെ തന്നെ നമ്മളെ റാബിയോ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഷൗമേനി എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഇഞ്ചുറിയുടെ ഒരു വിഷയമുണ്ട്. പക്ഷെ അതിനിപ്പം വന്നിട്ടുള്ള നമ്മളിപ്പോൾ ഡിഫൻസ് മാനുക്കോനെയാണ്. പക്ഷെ റിപ്ലേസ്മെന്റും വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നത്. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ ഒന്നുകൂടി ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഡിഫൻസിക്ക് ഒന്ന് സ്പെയിനാണ് എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ കളിയിൽ ഫ്രാൻസ് നല്ല രീതിയിലാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു ഗോൾ വഴങ്ങുന്ന പ്രവണത ഫ്രാൻസിന് ഉണ്ടായിരുന്നു, തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോക്കൗട്ട് സ്റ്റേജിൽ ഒറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല ഫ്രാൻസ്. ഉപ്പുമക്കാനൊക്കെ വളരെ മികച്ച നല്ല രീതിയിലാണ് കളിക്കുന്നത്. ഉപ്പുമക്കാനും സാലിബയും കൂണ്ടയും ഡിഗ്നയും അവരുടെ ഡിഫൻസിലുണ്ടാവും. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് ഷൂമനി ആണെങ്കിൽ ഒന്നുകൂടി ഓക്കെ ആയി, ഡിഫൻസിൽ ഒന്നുകൂടി കവർ ചെയ്യാൻ കഴിയും. കോനെ മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്, ഷൂമനി നമുക്കറിയാലോ. ഷൂമനി ഫിറ്റാണ് എന്ന് പറയുന്നു, ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് ചില അവിടുത്തെ ഫ്രഞ്ച് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കോച്ച് പറഞ്ഞത് അദ്ദേഹം ഓക്കെയാണ് എന്നാണ്. സോ ഷൂമനി റാബിയോട്ടിനൊപ്പമായിരിക്കും ഉണ്ടാവുക എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ഡിഫൻസ് കുറേയൊക്കെ കവർ ചെയ്യാൻ ഷൂമനിയെ കൊണ്ടും കൂടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ടീമിനും നല്ല ഡിഫൻസ് ഉണ്ട്. അപ്പോൾ ഡിഫൻസിൽ നമുക്കൊരു ഗോൾ വഴങ്ങിയതിൻ്റെ കണക്ക് വെച്ച് മാത്രമാണ് നമുക്ക് ഒരു എഡ്ജ് സ്പെയിനിന് ഉണ്ടെന്ന് പറയാൻ പറ്റുക. അല്ലാതെ താരങ്ങൾ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഒരു മോശക്കാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ലാപ്പോർട്ടും കുബാർസിയും ആയിരിക്കും മറുഭാഗത്തുള്ള സെൻറ്റർ ബാക്കുമാർ. അത് നമ്മളിപ്പോൾ അത് എന്താ പറയാൻ കാരണം വെച്ചെങ്കിൽ
ഇപ്പോൾ വേൾഡ് ഫുട്ബോളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെ ഫൈനൽ തേർഡിൽ ഇതേപോലെ തന്നെ ബോൾ പൊസസ് ചെയ്യാനും പാസ് ചെയ്യാനുള്ള ലൈസൻസ് സ്പെയിനുള്ളൂ നിലവിൽ. അവരുടെ ടെക്നിക്കൽ ബ്രില്യൻസ് ആണ്, സുപ്രീമസി കാണിക്കുന്ന സംഭവമാണത്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഫ്രാൻസിനെ പോലുള്ള ടീമിൽ ഇതേപോലെ കൺസിക്യൂട്ടീവ് തോൽപ്പിക്കാനൊക്കെ അവർക്ക് കഴിയുന്നത്. ആ ഫൈനൽ തേർഡിലുള്ള കളിയും അതേപോലെ തന്നെ അവിടുന്ന് പാസ് കൊടുത്തിട്ട് ഗോൾ അടിപ്പിക്കാനൊക്കെ കഴിയും എന്ന് പറയുന്നത്. ഫ്രാൻസിന്റെ സ്പെയിനിന്റെ ടച്ചുകൾ എക്സ്ട്രാ ടച്ച് എടുത്ത് അവർ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് പെനാൽറ്റി ബോക്സിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ പഠിച്ചുകൊണ്ട് വീണ്ടും അടുത്ത പാസിലേക്കോ ടച്ചിലേക്കോ അങ്ങനെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പൊസഷൻ ഗെയിമിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ കഴിഞ്ഞ കളിയിലൊക്കെ ഒന്നുകൂടി ഒരു ആക്രമണ പരത അവരുടെ ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ആക്രമിച്ച് ഒന്ന് ഡൈനാമിക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതായത് ഒന്നുകൂടി ആ സ്ലോലി ഇങ്ങനെ പേഷ്യൻ്റായിട്ട് അങ്ങനെ ബിൽഡപ്പിലേക്ക് പോയി അങ്ങനെ പോകുന്നതിന് പകരം ഒന്നുകൂടി ഒരു വേഗത. അവർക്കറിയാം ഒരുപക്ഷെ ഫ്രാൻസിനെ പോലുള്ള ടീമിനെതിരെ ഒരുപക്ഷെ എങ്ങനെ മതിയാവില്ല എന്നവർക്കറിയാം. എങ്ങനെ കളിക്കണം എന്നുള്ളതൊക്കെ നല്ലോണം അറിയാം ഫ്രാൻസിനെതിരെ. ഹെഡ് ടു ഹെഡ് ഒന്നും എക്സ്പീരിയൻസും അതേപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ നിന്നൊക്കെ അവർക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പം യമാല് ഇന്നലെ പറയുന്നത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് യമാലാണ് വന്നത്. അപ്പം ഞാൻ 4-5 ഗോൾ അടിക്കാത്തത് കോച്ചിൻ്റെ ഫോൾട്ടല്ല. അപ്പോൾ വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ ഒരു ഗോൾ അടിച്ചാലും മതി, ഞാൻ ഗോൾ അടിച്ചു അല്ലേ എന്നുള്ള ടീമിൻ്റെ വിജയമാണ് പ്രധാനം എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. യമാലിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഗോൾ അടിക്കുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ കുറച്ചധികം പറയുന്ന ആളാണല്ലോ, ഇന്ന് ഗോൾ അടിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്നും വേൾഡ് ചാമ്പ്യനാണ് എന്നാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഇന്ന് ഗോൾ വരുമോ? അപ്പോൾ മോശമില്ലാതെ കളിക്കുന്നുണ്ട് ആൾ, പക്ഷേ ഗോളോ അസിസ്റ്റോ ഒന്നും അങ്ങ് വരുന്നില്ല. അപ്പോൾ ബാഴ്സലോണയിൽ ഇങ്ങനെയല്ല നമ്മൾ കാണാറുള്ളത്. ഇന്നിപ്പം ഫ്രാൻസിനെതിരെ അത് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മേജർ ടൂർണമെൻറ്റ്സിൽ യമാലിൻ്റെ പെർഫോമൻസ് നോക്കുക. ആരായിട്ടാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് ഉണ്ടായിരുന്നത്? ഫ്രാൻസിനെതിരെ 2024 യൂറോ. ഒരു ബ്രില്യൻ ഷോട്ടിലൂടെയാണ് ഔട്ട് ബോക്സിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ബ്രില്യൻ ഷോട്ടിലൂടെയാണ് ഗോൾ ഉണ്ടായിരുന്നത്. ഇനി യുഎഫ നാഷൻസ് 2025 കഴിഞ്ഞ വർഷം 2 ഗോളുകളാണ്. അതായത് 5-4 തോറ്റ മത്സരങ്ങളിൽ ആക്ച്വലി സ്പെയിൻ 5-1 ലീഡ് ചെയ്യായിരുന്നു. അതിൽ 2 ഗോൾ, ഒന്ന് പെനാൽറ്റിയിലൂടെയാണ്, ഒന്ന് ഇതേപോലെ തന്നെ ഒരു ഓപ്പൺ പ്ലേ ഗോള്. ഇങ്ങനെ 2 ഗോളും യമാലിന്റെ വക ഉണ്ടായിരുന്നു. ഫ്രാൻസിനെ തോൽപ്പിച്ചത് ഫൈനൽ കടന്ന് റണ്ണേഴ്സാണ്. അപ്പൊ ഇതുപോലെ ഒരുപക്ഷെ അങ്ങനെയുള്ളത് മനസ്സിലുണ്ടാകും യമാലിന് തീർച്ചയായിട്ടും. ടീമുകൾക്കെതിരെ അവർക്കെതിരെ ഇങ്ങനെ കളിച്ചു എന്നുള്ളത് അതിന്റെ കോൺഫിഡൻസ് ഉണ്ടാകും. അതിലിപ്പം കൂണ്ടയാണ് മറുഭാഗത്ത് ഉള്ള ഒരാൾ. കൂണ്ടെ ബാഴ്സലോണയിലെ സഹതാരമാണ്. അപ്പോൾ കൂണ്ടയോട് ഇത് ചോദിക്കണ്ടേ, യമാലിങ്ങനെ ഫ്രാൻസ് പേടിക്കണം സ്പെയിനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെ ഏത് അർത്ഥത്തിൽ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് അവൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. അവൻ ബാഴ്സലോണയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനൊരു എക്സ്ട്രാ മോട്ടിവേഷൻ എന്ന രൂപത്തിൽ കാണുന്നതാണ്, അല്ലാതെ ഞങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തല്ല എന്ന് പറയുന്നുണ്ട്. അത് സാധാരണ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞതാണോ, അതല്ല സീരിയസ്ലി യമാലിന് അറിഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഗോളിലേക്ക് നയിക്കുന്ന കൂടുതൽ ഷോട്ടുകൾ ഈ രീതിയിലൊക്കെ യമാല് കളിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഗോള് മുന്നിലേക്ക് ഫോർവേഡ് കൊണ്ടുപോയിട്ട് ഇതേപോലെ തന്നെ ഷോട്ട് ചെയ്യുന്നതിലൊക്കെ ഈ വർഷം യമാലുണ്ട്. ഗോൾ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൗദിക്കെതിരെ അതിലുള്ള ഒരു ഗോള് മാത്രമേ അടിച്ചിട്ടുള്ളൂ, പക്ഷെ കളിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. യമാല് കൂടുതൽ ഗോളുകളില്ല എന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം നന്നായി കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ നിക്കോ വില്യംസ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിക്ക് മാറി അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട മത്സരമായതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കും. നമ്മളിനി ഫ്രാൻസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കിലിൻ എംബാപ്പയ്ക്ക് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. RMC സ്പോർട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നലെ സെപ്പറേറ്റ് ആണ് അദ്ദേഹം കൂടുതലായിട്ട് പരിശീലനം നടത്തിയെന്നൊക്കെയാണ്. പക്ഷേ കോച്ച് ദിദിയർ ദേശാം പറയുന്നത് ഒരു പ്രശ്നമില്ല, 100% അപ്പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ലല്ലോ, എംബാപ്പെ 100% ഫിറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം എംബാപ്പയെ തടയാനപ്പുറത്ത് യുവതാരം കുബാർസി അല്ലെങ്കിൽ ഐമറിക് ലപ്പോർട്ട്, ഈ ഒരു ഡിഫൻസും എംബാപ്പയും തമ്മിലുള്ള പോരാട്ടം ഇന്നത്തെ കളിയിൽ എത്രത്തോളം പ്രധാനമായിരിക്കും? ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്രമണത്തിൽ ഇതലാക്കുന്നതെന്ന് വെച്ചെങ്കിൽ അത് ഒരാളിൽ കേന്ദ്രീകൃതമല്ല എന്നുള്ളതാണ്. 4 പേര് നിരന്ന് നിൽക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് എംബാപ്പെ ഉണ്ട്, മറുഭാഗത്ത് ഡെമ്പലെ ഉണ്ട്, ഒലീസ ഉണ്ട്, അതുപോലെ ഡുവെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ബാർക്ല ഉണ്ട്. അപ്പോൾ ഇത്രയും 4 പേര് ഒന്നില്ലെങ്കിൽ ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ഒരു എത്രമാത്രം ഇൻറ്റൻസ് ആണ് അവരുടെ ആക്ച്വലി നമ്മളൊരു ഡെമ്പലെയും നമ്മുടെ എംബാപ്പയും തമ്മിലുള്ള ഒരു കോംബോ എത്രമാത്രം മാരകമാണ് കാണിക്കുന്നത്. 19 ഇവർ തമ്മിലുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് പരസ്പരം. 19
അതായത് 10 ഡംബലിലേക്ക്, അതേപോലെ തിരിച്ചിങ്ങോട്ട് 9. അപ്പൊ ഇങ്ങനെ പരസ്പരം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെൽഫിഷ് അല്ല എന്നുള്ളതാണ്. അതാണ് ഇങ്ങനെ വരുന്നു. അതായത് ആക്ച്വലി എന്ന് പറയുന്നത് രണ്ട് ഇതേപോലെ തന്നെ എന്താ പറയുക, വളരെ ജയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ വരുമ്പോൾ ഈഗോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. നമ്മൾ പലപ്പോഴും പല ടീമുകളിൽ ടീം നമ്മൾ കാണാറുണ്ട്. ആ ഈഗോ ക്ലാഷ് ഇവർ തമ്മിലില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ സ്റ്റാറുകൾ തമ്മിൽ കളിക്കുമ്പോൾ, ഡംബലെ എന്ന് പറയുമ്പോൾ ഒരു ബാലൻഡിയോർ ജേതാവാണ് തവണ, അതേപോലെ തന്നെ ഇപ്പുറത്ത് എന്ന് പറയുന്നത് വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്, പെർഫോം ചെയ്യുന്ന പ്ലെയറാണ്. അപ്പൊ അതാണ് ആ സെൽഫിഷ്നെസ് ഒന്നും കാണിക്കാതെ ഒരു ടീമായിട്ട് എന്താ പറയാ, അത്രയും ഒരു മാരകമായ രീതിയിലാണ് ആക്രമണനിര കളിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഉള്ളത് ഫ്രഞ്ചിന്റെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ കുബാർസി ലാപ്പോർട്ട് വിചാരിച്ചാൽ തടയാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് അവരെ അവിടേക്ക് എത്താൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്പെയിൻ ടീമിന്റെ ഒരു ശക്തി എന്ന് പറയുന്ന ഡിഫൻസ് ആണല്ലോ. അപ്പൊ നിപ്പിറ്റ് ഇൻ ദ ബട്ട് എന്ന് പറയുന്ന പോലെ ആ തുടക്കത്തിൽ മിഡ്ഫീൽഡ് തന്നെ അവരുടെ നീക്കങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം. ഫ്രാൻസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്വിക്ക് ട്രാൻസിഷൻ ആണല്ലോ. ഒരു കുറഞ്ഞ പാസിൽ അത് തുടക്കം മിഡ്ഫീൽഡ് തന്നെ തടയാൻ പറ്റണം. ആ തടയാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണി കുറയുന്നുള്ളതാണ് ഡിഫൻസിന്. അപ്പോൾ അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങളെ മിഡ്ഫീൽഡിൽ തന്നെ ഇല്ലാതെ ആക്കണം. അത് നിപ്പിറ്റ് ഇൻ ദി ബഡ് എന്ന് പറഞ്ഞ പോലെ ആ ബഡിൽ തന്നെ അതിങ്ങനെ ആ മുകുളങ്ങൾ തന്നെ അങ്ങ് കരിയിച്ച് കളയാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് ഫ്രാൻസിനെ തടയാൻ പറ്റുക. അതർവൈസ് ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര വളരെ ലീതലാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോൾ ഫ്രാൻസിൻ്റെ ഒരു 11 ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്നാണ്. ഡിസൈഡോവിന് ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂകളുണ്ട് എന്ന് പറയുന്നു, എംബാപ്പയ്ക്ക് ഇഷ്യൂകളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കോച്ച് ഇതൊന്നും സമ്മതിച്ചു തരുന്നില്ല, മുഴുവൻ ടീമിനെയും കൊണ്ട് ഇറങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ചെറിയ 100% ഫിറ്റ് അല്ലെങ്കിൽ പോലും ഇറക്കും, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ച് ആയതുകൊണ്ട്. അപ്പോൾ മൈഗ്നൻ ഗോൾ കീപ്പറായിട്ടുണ്ടാവും, കൂണ്ടെ, ഒപ്പമെക്കാനോ, സാലിബ, ഡിഗ്നെ, പിന്നെ ഷൂബനി കളിക്കുന്നു പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ കോനെ ആയിരിക്കും. ദെൻ റാബിയോട്ട്, ഡംബലെ, ഒലീസെ, ഡിസേഡു, അല്ലെങ്കിൽ ബർക്കോള, ദെൻ എംബാപ്പെ. ഇതാണിപ്പം ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് മാധ്യമം RMC സ്പോർട്ട് തന്നിട്ടുള്ള വിവരമാണത്. ഇതാണ് അവർ ഇറക്കാൻ പോകുന്നത്. വലിയ മാറ്റങ്ങൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം മറുഭാഗത്ത് സ്പെയിനും വലിയൊരു മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ആകെ ഒരു മാറ്റം വേണമെങ്കിൽ നിക്കോ വില്യംസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 2 ടീമുകൾ തമ്മിൽ ആര് ജയിക്കുന്നത് പറയാനുള്ളത് ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഇപ്പോൾ ഒപ്റ്റയുടെ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ഫ്രാൻസിനും തൊട്ട് പിന്നിൽ സ്പെയിനുമാണ് പറയുന്നത്. ഇത് ഒരു ടീം പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ആ ടീമിന് ഭയങ്കര നഷ്ടമായിരിക്കുന്ന തർക്കമില്ല, അത്രയും നല്ല ടീമാണ്. എന്നാലും ചോദിക്കുകയാണ്, ആര് ഫൈനലിലേക്ക് കടക്കുന്ന വിചാരിക്കുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ട് ടീമിലെ റീസെന്റ് പെർഫോമൻസ്. മോസ്റ്റ് റീസെന്റ് പെർഫോം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്പെയിനിന്റെ സാധ്യത ഒരിക്കലും തള്ളികളയാൻ പറ്റില്ല. എന്നാലും വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ ഈ പെർഫോമൻസ് കാണുമ്പോൾ ആക്ച്വലി എന്താ പറയുക, ഫ്രാൻസ് എന്ന് പറയുന്നത് എന്താ പറയുക ഏറ്റവും റെഡ് ഹോട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ടീമുമാണ്. എങ്ങനെയാണ് ഇതൊരു പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, സ്പെയിൻ അവരുടെ ഒരു ആക്രമണ നിരത്തെ തടയാൻ മിഡ്ഫീൽഡ് തടയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം ഫ്രാൻസിൻ്റെ നമുക്ക് ആ ഒരു അറ്റാക്കിംഗ് നിരയെ കുറിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ എന്നാലും ഞാൻ കാണുന്നത് ഫ്രാൻസിൻ്റെ നിലവിലെ പെർഫോമൻസ് വെച്ചിട്ട് ഒരു സ്ലൈറ്റ് എഡ്ജ് എന്തായാലും ഞാൻ ഫ്രാൻസിനെ തന്നെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പക്ഷേ ഒരു ഗോള് മാർജിന് റെഗുലർ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് ഒരു ഗോളിനെങ്കിലും ജയിക്കും എന്നുള്ളതാണ്. അതായത് റെഗുലർ ടൈം എന്ന് പറഞ്ഞാൽ 90+30 ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ഗോളിനെങ്കിലും ഫ്രാൻസ് ജയിക്കും എന്നുള്ളതാണ്. ഇനി ഷൂട്ട് ഔട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 ഭാഗത്തും സാധ്യത ഉണ്ട്. അതെ, അത് പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും ഫ്രാൻസിനാണ് ഒരു എഡ്ജ് എന്നാണ് സാറ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മാർജിൻ 1-0 എന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ഗോളിൻ്റെ വിജയം ചിലപ്പം കഴിഞ്ഞ നേഷൻസ് ലീഗ് കണ്ട പോലെ 5-4 ആവാം. അത് നേരെ തിരിച്ചു വരാം. 5-4 എന്ന് ജയിച്ചത് സ്പെയിനാണ്. അതുപോലെ 2-3 ഒക്കെ സംഭവിക്കാം. 2 ടീമും ഗോളടിക്കാൻ നല്ല സാധ്യത. ബോയർസബാളൊക്കെ മറുഭാഗത്ത് ഗോളടി നല്ല രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ട് സ്പെയിനും ഗോളടിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ കളിയിൽ എന്ത് സംഭവിക്കും. നാളെ നമുക്ക് ഈ കളിയുടെ റിവ്യൂ ഉണ്ട്. കൂടാതെ അർജൻറ്റീനയുടെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ മത്സരത്തിൻ്റെ പ്രിവ്യൂ ഉണ്ട്. അപ്പം നാളെ കാണാം.